സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ വലിയ പ്രതീക്ഷയിലാണ് കൊച്ചി. വ്യാവസായിക തലസ്ഥാനത്തിന്റെ വികസനത്തിനും വളർച്ചയ്ക്കും ഊന്നൽ നൽകുന്ന പ്രഖ്യാപനങ്ങളിലാണ് ആകാംക്ഷ. മലയോര മേഖലയുടെ കാർഷിക വളർച്ചയ്ക്കൊപ്പം വന്യജീവി ആക്രമണങ്ങൾ അടക്കമുള്ള പ്രശ്നങ്ങൾക്കും വകയിരുത്തലുണ്ടാകുമോ എന്നാണ് ചോദ്യം. തിരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് തന്നെ ജനകീയ പദ്ധതികളും പ്രഖ്യാപനങ്ങളും ധനകാര്യമന്ത്രിയുടെ മാജിക് ബോക്സിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കൊച്ചി. ശബരി റെയിൽപാത, മെട്രോയുടെ പുതിയ ഘട്ടം, ഉൾനാടൻ ജലഗതാഗതം, കാർഷിക വിളകൾക്ക് അടിസ്ഥാന വില എല്ലാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്ന സർക്കാർ ബജറ്റിൽ എത്രത്തോളം ജനകീയമാകുമെന്നതും ചോദ്യമാണ്. GSTയുടെ റേറ്റ്സ് ഒക്കെ കുറഞ്ഞു. ഈ കഴിഞ്ഞ 2 മാസങ്ങളുടെ ഡേറ്റ എടുത്തു നോക്കിയാൽ ആക്ച്വലി റിസോഴ്സസ് കുറവായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വലിയ തോതിലുള്ള പ്രഖ്യാപനങ്ങളൊന്നും അല്ലെ 10 വർഷം മുന്നിലോട്ട് ചിന്തിച്ച് ആ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളോ വലിയ പ്രൊജക്ടുകളോ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കേരളത്തിന്റെ ഒരു ഏറ്റവും വലിയ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയാവുന്ന ഒരു സെന്ററാണ് കൊച്ചി. ഏറ്റവും കൂടുതൽ ടാക്സ് കളക്ഷൻ കൊച്ചിയിൽ നിന്നാണ് വരുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടെയാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു സമീപനം ഏതായാലും ബജറ്റിൽ ഉണ്ടാകും. കൊച്ചി തഴയപ്പെടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാർഷിക മേഖലയിലും വ്യവസായ മേഖലയിലും ഊന്നൽ നൽകിയുള്ള പ്രഖ്യാപനം പ്രതീക്ഷിക്കാമെങ്കിലും നികുതി വരുമാനത്തിലെ കുറവ് പ്രശ്നമാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ നിഗമനം. പ്രതിഷേധങ്ങൾക്കിടയാക്കിയ സെസ്, നികുതി വർധനവടക്കമുള്ള വിഷയങ്ങളിൽ ഇളവുണ്ടാകുമോ എന്നതും ഉറ്റുനോക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ ജനകീയ പ്രഖ്യാപനങ്ങൾ ഉണ്ടായാലും എത്രത്തോളം ലക്ഷ്യം കാണുമെന്നതും സംശയമാണ്. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.